ആശമാരുടെ സമരം ഇന്ന് 50-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തങ്ങൾ തലമുടി മുറിച്ചെറിഞ്ഞുകൊണ്ടത് കാണിക്കും, പ്രകടമാക്കുമെന്നവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുൻപ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും കണ്ണു തുറക്കാത്ത സർക്കാരിനെതിരെയാണ് ആശമാർ, അതും സ്ത്രീകൾ ഏറെ വൈകാരികമായി തന്നെ കാണുന്നവരുടെ തലമുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിച്ച തലമുടി മുറിക്കുക മാത്രമല്ല തലമുണ്ടനം ചെയ്തുകൊണ്ട് പോലും പ്രതിഷേധിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ മുടി മുറിച്ച് പ്രതിഷേധിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപാകെ നിൽക്കുകയാണ്. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായേക്കാം. ശാലിനിയിലേക്ക് പോകുന്നു. ശാലിനി, ആശാവർക്കർമാർ അവരുടെ തലമുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. സർക്കാരിനെതിരെ പൂർണ്ണമായും തലമുണ്ടനം ചെയ്തുകൊണ്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ലേ എന്ന് കരുതി വിലപിക്കുന്ന ആശമാരെയും നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയാണ് തങ്ങളെ ഈ പൊരി വെയിലത്തും മഴയത്തും ഇങ്ങനെ നിർത്തി കേവലം തുച്ഛമായ ഒരു തുകയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കുകുത്തികളാകുന്നത് എന്ന് വളരെ വൈകാരികമായി തന്നെ കരഞ്ഞുകൊണ്ട് ആശമാർ ചോദിക്കുന്ന രംഗങ്ങളും നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതാണ്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ സമാനതകളില്ലാത്തൊരു സമരം, അതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2000-ലധികം വരുന്ന ആശമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ എത്തി സമരം നടത്തിയിരുന്നു. ഏകദേശം 21,000 രൂപ എന്ന അവരുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരവുമായി തുടരുമെന്നുള്ള ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ ഒരു 4ാം ഘട്ടമാണ് ഈ മുടി മുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ആ മുടി മുറിച്ചുള്ള പ്രതിഷേധം മാത്രമല്ല, തലമുണ്ടനം ചെയ്തുള്ള പ്രതിഷേധത്തിലേക്ക് വരെ ആശമാർ കടന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ മുൻപൊന്നും ചരിത്രത്തിലും പുരാണത്തിലും ഒക്കെ കണ്ടിട്ടുള്ള രീതിയിൽ പെണ്ണുങ്ങളോട് കളിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീകളോട് ഇത്തരത്തിലൊരു സമരം നടത്തി മുൻപോട്ട് വരുമ്പോൾ ആ സ്ത്രീകളെ അവഗണിക്കുമ്പോൾ അവർ തിരിച്ച് എത്ര രീതിയിൽ എത്ര ശക്തിയായിട്ടാണോ പ്രതികരിക്കുന്നത്, ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അവരുടെ മുടി മുറിച്ചുള്ള സമരം അവർ നടത്തി. ആ മുടി മുറിച്ച ആ മുടിയുമായാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനെ മുന്നിലൂടെയുള്ള MG റോഡിലൂടെ അവർ നടക്കാൻ പോകുന്നത്. ഈ മുടി മുറിച്ചതിന് ശേഷം ഇനി ഔദ്യോഗികമായി ഇവരുടെ പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്ന സമയത്ത്, ഈ മുടി മുറിക്കുന്ന സമയത്തുമൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില ആശമാർ സംസാരിച്ചിരുന്നു. അവർ വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ സ്ത്രീകളാണെങ്കിൽ പോലും ഏറ്റവും വൈകാരികതയോട് കൂടി നടക്കുന്ന ഒന്നാണ് അവരുടെ മുടി എന്നുള്ളത്. ഇത്രയും നാൾ നോക്കി, ഇത്രയും നാൾ വളർത്തിയ ആ മുടി സർക്കാരിന് മുൻപിൽ ഒരു പ്രതിഷേധ സൂചകമായി മുറിച്ചെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രതിഷേധ സമരം, പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തി ഇവർ ഈ മുടി മുറിച്ചത്. സമാനമായി തന്നെ മുടി മുറിച്ചതിന് ശേഷവും അത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് അവർ നടത്തുകയാണ്. 2 സ്ത്രീകൾ, 2 ആശമാരാണ് മുടി മുണ്ടനം ചെയ്തത്. ഒന്ന് പത്മജം എന്ന് പറയുന്ന ഒരു ആശയും മറ്റൊരു ആശയും, അങ്ങനെ 2 വനിതകൾ, 2 ആശകൾ അവരുടെ മുടി പൂർണ്ണമായും മുണ്ടനം ചെയ്തു. അത് സർക്കാരിന് മുൻപിൽ ഒരു പ്രതിഷേധ സൂചകമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിലും തങ്ങളുടെ പ്രതിഷേധാഗ്നി അണയുകയില്ല. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ തങ്ങളുടെ ജീവൻ പോലും ഈ സമരത്തിന് വേണ്ടി എടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ആത്മഹത്യാ ഭീഷണി അടക്കം സർക്കാരിന് മുൻപിൽ ഈ ആശമാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഒരു രീതിയിലും അക്രമ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഒന്നും തന്നെ തങ്ങൾ കടക്കില്ല. പക്ഷേ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും. കാരണം അത്രയധികം അവർ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ 50 ദിവസമായി പ്രതിഷേധങ്ങൾ ഇവിടെ നടത്തി. ഒപ്പം തന്നെ കഴിഞ്ഞ 12 ദിവസമായി പട്ടിണി കിടന്നുകൊണ്ട് നിരാഹാര സമരം നടത്തി. അപ്പോഴൊന്നും സർക്കാരിൻ്റെ സംവിധാനങ്ങളോ സർക്കാരോ മന്ത്രിയോ ധനമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഒന്നും തന്നെ തങ്ങളുടെ സമരപന്തലിലേക്ക് എത്താത്തതിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിലുമുള്ള അവർഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് അവർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ സമരത്തോടൊപ്പം തന്നെ അവരുടെ നിലപാടിലും അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. വൈകാരികത നിറഞ്ഞൊരു അന്തരീക്ഷത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം അത്രയധികം ദിവസം അവർ അനുഭവിക്കുന്നുണ്ട്. അവർ അത്രയധികം ദിവസമായി ഇവിടെ സമരത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ എത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തി. ആ ചർച്ചകളിലൊന്നും പരിഹാരം കണ്ടില്ല. അവർക്ക് ശേഷം സമരം നടത്തിയ അധ്യാപകർ, അംഗനവാടി ജീവനക്കാർ അടക്കമുള്ളവർ പ്രതിഷേധം അവസാനിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ച് മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ ഒന്നും സർക്കാർ ഒരു തരത്തിലും തങ്ങളെ കേൾക്കാനോ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരം ഘടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്.
ഒരുപക്ഷെ തലസ്ഥാന ജില്ലയിൽ ഇത്രയധികം സ്ത്രീകൾ ഒത്തുകൂടി, ആശമാർ ഒത്തുകൂടി ഇങ്ങനെ ഒരു സമരം ആദ്യം തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാവും. ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സമരമായി ഈ പെൺകൂട്ടായ്മ മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഏകദേശം 21,000 രൂപ മാത്രം ആവശ്യം, ദിവസ വേതനം 232 രൂപയിൽ നിന്നും വർദ്ധിപ്പിച്ച് അവരുടെ പ്രതിമാസ ശമ്പളം അല്ലെങ്കിൽ ഓണറേറിയം 21,000 രൂപയാക്കണം. ഒപ്പം തന്നെ അവരുടെ ജോലി അവസാനിപ്പിച്ച് അവർ മടങ്ങുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ അവർക്കൊരു പരിരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള നിസ്സാര ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ സമരം ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് സെക്രട്ടേറിയറ്റ് MG റോഡിന് സമീപത്തൂടെ, MG റോഡിലൂടെ അവർ കടന്നു പോവുകയാണ്. റോഡ് ഉപരോധിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം അവർ വൈകാരികമായി മാറുന്നു, അത്രയധികം ദിവസമായി അവർ ക്ഷമിക്കുന്നു. അപ്പോഴൊന്നും സർക്കാർ ഒരു രീതിയിലും അവരെ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ തയ്യാറാകാത്ത രീതിയിൽ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് അവർ കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വനിതകളെ അധിക്ഷേപിക്കുന്ന സാഹചര്യം CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ സ്വീകരിച്ചു. ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ അവരെ ആക്രമിച്ചു, സ്ത്രീകളെ മോശമായ രീതിയിൽ പരാമർശം നടത്തി. CPM-ന്റെ അടക്കം മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ വളരെ മോശമായ രീതിയിൽ അവരെ അപമാനിച്ച സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് അവരുടെ സമരം ഈ 50 ദിവസവും അവർ തുടർന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം ഒരു രാഷ്ട്രീയമേ അവർക്കുള്ളൂ. അവർ പല ഘട്ടങ്ങളിലും ഈ സമരത്തിന്റെ നാളുകളിൽ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, തങ്ങൾ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെ താഴെയിടാനോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. നിസ്സാര ആവശ്യം, കാരണം കാടും മലയും കുന്നും പുഴയും ഒക്കെ കടന്ന് ഓരോ കുഞ്ഞിന്റെയും ഒരു പ്രസവം മുതൽ അവർ ഗർഭിണി ആവുന്നത് മുതൽ അവരുടെ പ്രസവവും ആ കുഞ്ഞിന്റെ 18 വയസ്സ് വരെയുള്ള ഓരോ ചലനങ്ങളും ഏറ്റവും കൂടുതൽ അമ്മയെക്കാളും അച്ഛനേക്കാളും ഒക്കെ മനസ്സിലാക്കുന്നത് തങ്ങളാണ്. അത്തരത്തിൽ കാടും മലയും ഒക്കെ കയറി പോകുമ്പോൾ പലർക്കും വാഹനങ്ങളില്ല, നടന്നു തന്നെയാണ് പോകുന്നത്, മഴയും വെയിലും ഒക്കെയുണ്ട്. ആ സമയത്ത് വെറും 232 രൂപയ്ക്കാണ് പ്രതിദിനം അവർ ജോലി ചെയ്യുന്നത്. അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. അതിനൊക്കെ വേണ്ടിയാണ് ഈ പണം അല്ലെങ്കിൽ ഈ ഒരു ഓണറേറിയം അവർ ചോദിക്കുന്നത്. മാസം ആർഭാടം നടത്തുന്ന അല്ലെങ്കിൽ ദിനം പ്രതി സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങുന്ന അങ്ങനെയൊന്നും തങ്ങൾ ചോദിച്ചിട്ടില്ല. അതിനൊക്കെ കോടികളുണ്ടല്ലോ. എന്തുകൊണ്ട് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു ആവശ്യമാണ്. പല ഘട്ടങ്ങളിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ, സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ പല ഘട്ടങ്ങളിൽ ശ്രമിച്ചു. മുതിർന്ന CPM നേതാക്കന്മാർ ശ്രമിച്ചു. അവിടെയൊന്നും തങ്ങൾ വീണു കൊടുക്കില്ല അല്ലെങ്കിൽ വീഴില്ല എന്നുള്ളതാണ് ഈ സമരവീര്യം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സമരങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും ശക്തമായ സ്ത്രീ സമരമേഖാണ് എന്ന് ചോദിച്ചാൽ അത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഈ ഒരു ആശാ വർക്കർമാരുടെ സമരമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത്രയധികം ശക്തമായി തന്നെ നിലപാടുകൾ അറിയിച്ചുകൊണ്ട്, നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് അവർ തുടരുന്നത്. എന്തായാലും BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാർ, വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് പടിക്കൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ അടക്കം പ്രതികരണം പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രതിഷേധ സമരമായി ഈ ഒരു ആശാ വർക്കർമാരുടെ സമരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ശക്തമായൊരു സമരമായി ആശാ വർക്കർമാരുടെ സമരം അതിന്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഓരോ ഘട്ടങ്ങളിലും അവർ മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സമരരീതി ഈ ഘട്ടത്തിൽ പോലും അക്രമ സ്വഭാവത്തിലേക്ക് കടന്നിട്ടില്ല. സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട്, സമാധാന അന്തരീക്ഷം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സമരം ഈ ഘട്ടത്തിലും തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിൽ പോലും സർക്കാരിനെ കേൾക്കാനോ സർക്കാർ ഇവിടെ ആവശ്യങ്ങൾ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ആദ്യം തന്നെ സിനിമയ്ക്ക് പോകുന്നു, സിനിമ കാണാനുള്ള ടിക്കറ്റുകൾ സ്വന്തമാക്കി പോകുന്നു. അവിടെയൊന്നും ആ സിനിമയ്ക്ക് പോകുമ്പോൾ പോലും ഈ ആശാ വർക്കർമാരുടെ മുൻപിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ദിവസം സമരം തുടരുന്നത് എന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ അടക്കം ഇവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമരം തുടരുകയാണ്. അതിന്റെ 4ാം ഘട്ടം നിർണായകമായി മുന്നോട്ട് പോകുന്നു. മുടി മുറിച്ച് പ്രതിഷേധിച്ച ആശാവർക്കർമാർ, തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ആശാവർക്കർമാർ അവർ മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് ഗേറ്റ് ചുറ്റി വീണ്ടും നോർത്ത് ഗേറ്റിലേക്ക് അവരുടെ സമര പന്തലിലേക്ക്
എത്തുകയാണ്. സമരപ്പന്തലിൽ നേതാക്കന്മാർ ഒരുപക്ഷെ അടുത്ത ഘട്ട സമര രീതി അടക്കം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയുണ്ട്. നമുക്കറിയാം തലസ്ഥാന ജില്ലയിലടക്കം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെ താപനില ഉയരുന്ന സാഹചര്യത്തിലും ഒരു പന്തൽ പോലും കെട്ടാൻ ഇവരെ അനുവദിക്കാതെ മഴയത്ത് പോലും പന്തൽ കെട്ടിയ പന്തൽ പൊളിച്ചുകൊണ്ട് സമരത്തിനെ അടിച്ചമർത്താൻ പോലീസ് ഉപയോഗിച്ച സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം കടുത്ത വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ഈ ആശമാർ നടത്തുന്നത്. ആ സമരം അടുത്ത ഘട്ടത്തിലേക്ക് തുടരുകയാണ്. അതെ, ശാലിനി പറഞ്ഞതുപോലെ തന്നെ സമരം ആശമാർ കടുപ്പിക്കുമ്പോൾ അവർ എത്രത്തോളം വൈകാരികമായാണ് അതിനെ കാണുന്നത് എന്നുകൂടി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. സ്ത്രീകളേറെ വൈകാരികമായി തന്നെ കാണുന്ന തലമുടി മുറിച്ചുകൊണ്ടാണ് സമരം ചെയ്തിരിക്കുന്നത്. അവർ ഈ സമരത്തിൻ്റെ 50-ാം ദിവസം. തുടർന്ന് അവർ സമരപ്പന്തലിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ മുറിച്ച തലമുടിയുമായി അവർ പ്രതിഷേധ സൂചകമായി നഗരമധ്യത്തിലൂടെ നടന്നു നീങ്ങുകയാണ്. അതിനുശേഷം അവർ തിരിച്ച് സമരപന്തലിലേക്ക് എത്തും. അവിടെ വെച്ച് പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശാലിനി, കൊടും ചൂടാണ്. അവർ പല തവണ ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള പൊരിവെയിലിലും മഴയത്തുമൊക്കെ തങ്ങളെ എന്തിനാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത്. തങ്ങളുടെ ആവശ്യം എത്രയോ പരിമിതമാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന സഹായം ചെയ്തുകൂടെ എന്നവർ പലതവണ ചോദിച്ചതാണ്. പക്ഷേ ആ സമരത്തെ അവഹേളിക്കാനും അധിക്ഷേപിക്കാനും കാണിച്ച വ്യഗ്രതയൊന്നും അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ത് എന്ന് ചിന്തിക്കുന്നതിനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിനോ സർക്കാരോ മന്ത്രിമാരോ തയ്യാറായില്ല എന്നുള്ളതാണ്. അവസാനം അവർ 50-ാം ദിവസം മുടി മുറിക്കൽ സമരം പ്രഖ്യാപിച്ചു. അപ്പോഴും ആരും അവരുടെ അടുത്തേക്ക് എത്തിയില്ല. അതിനുശേഷമാണ് അവർ സമരം തലമുടി മുറിച്ചുകൊണ്ട് ആ പ്രതിഷേധം സർക്കാരിന് മുൻപാകെ കാണിച്ചത്. തലമുണ്ടനം ചെയ്തുകൊണ്ട് അവർ വിലപിച്ചുകൊണ്ട് പറഞ്ഞതും അതാണ്. വളരെ തുച്ഛമായ വേതനത്തിൽ നിന്ന് ഒരല്പം ധനസഹായം കൂട്ടുവാനല്ലേ തങ്ങൾ ചോദിച്ചുള്ളൂ എന്നുള്ളത്. പക്ഷേ അവിടെയൊന്നും കണ്ണു തുറക്കാത്ത സർക്കാരായിരുന്നു. അതിനുശേഷം അവർ ആ പൊരിവെയിലത്ത് തലമുടി മുറിച്ച മുടിയുമായി നടന്നു നീങ്ങുന്ന കാഴ്ചയും കണ്ടതാണ്. തലമുണ്ടനം ചെയ്ത ആശാവർക്കറുടെ കാലിൽ ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. അവർ ആ പൊള്ളുന്ന ചൂടിൽ ആ റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ പലപ്പോഴും ശാരീരികമായി തളരുന്നതും കൂടെയുള്ള ആശമാർ അവരെ ചേർത്ത് പിടിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു സഹന സമരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിജീവനത്തിൻ്റെ ഒരു സമരമാണ്. അതിലവർ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തട്ടെ. പക്ഷേ ഇനി തുടർന്ന് എങ്ങനെയായിരിക്കും? ഇത്രയും ദിവസവും കണ്ണു തുറക്കാത്ത സർക്കാർ ഇനി എങ്ങനെയായിരിക്കും അവരെ നോക്കിക്കാണുക? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമരം അതിന്റെ നിർണായക ഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കാണാം. കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ സമരപ്പന്തലിൽ ഐക്യദാർഢ്യവുമായി ഈ ആശമാർക്കൊപ്പം അണിചേരുകയാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തും ഐക്യദാർഢ്യവുമായി ഈ സമരപ്പന്തലിൽ എത്തിയതാണ്. ഒപ്പം തന്നെ BJPയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തിയതുമാണ്. എപ്പോഴും ഈ സമരത്തിനൊപ്പമാണ്, സമരക്കാർക്കൊപ്പമാണ് തങ്ങൾ എന്നുള്ളത് അവർ നിലപാട് ആവർത്തിച്ചതുമാണ്. അതേ നിലപാടിൽ തന്നെ BJP സംസ്ഥാന നേതൃത്വം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയധികം സമരം സമാനതകളില്ലാതെ സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുമ്പോൾ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ ഡൽഹിയിലേക്ക് പോയതല്ലാതെ അവിടെ ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാനോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തി നിർണായക തീരുമാനങ്ങളും ഉറപ്പും ഉണ്ടാക്കാനോ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അനുമതി അടക്കം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ അനുമതി ലഭിക്കാത്ത സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ സമരം ഉണ്ടാകാൻ വേണ്ടി സർക്കാർ കാത്തിരുന്നു? സമരപ്പന്തലിന് മുമ്പിൽ സമരം നടത്തുമ്പോഴും എന്തിന് ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെയും ആശമാരെയും കബളിപ്പിക്കാനായി മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി ഡൽഹിക്ക് പോയി എന്നുള്ളതാണ്. അന്ന് ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാനുമായി പോയി. അത് ആശമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി പല ഘട്ടങ്ങളിൽ ഈ സമരം കേന്ദ്രത്തിനെതിരെ വഴിതിരിച്ചു വിടാൻ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഒപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ളവർ ശ്രമം നടത്തി. അതൊന്നും അംഗീകരിച്ചില്ല, അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് കേന്ദ്ര മന്ത്രിമാർ ഒപ്പം തന്നെ MP-മാർ അടക്കമുള്ളവർ എടുത്ത നിലപാടുകൾ ഒപ്പം തന്നെ സംസ്ഥാന BJP നേതൃത്വം സ്വീകരിച്ച നിലപാടുകളൊക്കെ നിർണായകമാവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള നിലപാട് പല വേദികളിലെത്തി ആശമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് ഈ ഘട്ടത്തിലുമുണ്ട്. കാരണം കേന്ദ്രം നടത്തിയിട്ടുള്ള ഇടപെടൽ ഈ ഒരു സമരകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുകൂല തീരുമാനങ്ങൾ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട വിഷയത്തിൽ നടപടി എന്തിന് കേന്ദ്ര സർക്കാരിന്റെ മുകളിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമം നടക്കുന്നു എന്നൊരു വിമർശനം പല ഘട്ടങ്ങളിലും
സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ സമരം അതിന്റെ നിർണായക ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അവരുടെ 4ാം ഘട്ട സമരം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 50 ദിവസം പിന്നിടുന്നു. 12ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം എത്തുമ്പോഴാണ് ഈ ഒരു മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ സിറ്റി അധ്യക്ഷൻ കരമന ജയൻ അടക്കമുള്ളവർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സമരപന്തലിലേക്ക് മുടിമുറിക്കൽ സമരവുമായി ബന്ധപ്പെട്ട് താൻ എത്തുമെന്നുള്ള അറിയിപ്പ് കെ സുരേന്ദ്രൻ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിൽ ആദ്യം മുതൽ തന്നെ അദ്ദേഹം ഇന്നേ ദിവസം പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമരം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഘട്ടത്തിലും ഈ 50 ദിവസം പിന്നിടുമ്പോഴും മറ്റൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സമയവും ഇന്ന് അവധി ദിവസമാണ്. പലരും ഈദ് ആഘോഷിക്കുന്നു. അവരുടെ ആഘോഷങ്ങളുടെ കൂടിച്ചേരലുകളുടെ സന്തോഷത്തിന്റെ ഭാഗമാകുമ്പോൾ ഇവിടെ വളരെയധികം മനോവിഷമത്തോടുകൂടി വളരെയധികം സങ്കടത്തോടുകൂടി സ്വന്തം കുടുംബം പോറ്റാനായി നിസ്സാര ശമ്പളത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം തുടരുകയാണ് രോഹിണി ആശമാർ.